Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻസിലെ സെക്കൻഡ് പാർട്ട് ആണ്. സോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ട് മേജർ ടോപ്പിക്സ് ആണ്, അതായത് എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. ലെറ്റ് us start. ഫസ്റ്റ് ടോപ്പിക് എലിപ്സ്. ഇപ്പോൾ എലിപ്സ് എന്താണ്, എങ്ങനെയാണ് എലിപ്സിന്റെ ഒരു ബേസിക് ആയിട്ട് എങ്ങനെയാണ് എലിപ്സ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് എ പോയിന്റ് which moves in such a way that the sum of its distances from two fixed points, which is called foci, is always constant and is equal to the length of the major axis of the ellipse. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ആക്സസ് ഒക്കെ തന്നിട്ടുണ്ട്. മേജർ ആക്സസ് ആണ് ഇത്, ദെൻ ദിസ് വൺ ഇസ് മൈനർ ആക്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക്കസ് ഓഫ് എ പോയിന്റ് ആണ്, ഗ്രൂപ്പ് ഓഫ് പോയിന്റ്സ് ആണ് ലോക്കസ് ഓഫ് എ പോയിന്റ്. ഇറ്റ് മൂവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് സം ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ടു പോയിന്റ്സ്, അതായത് ഇപ്പോൾ ഫോക്കസ് ആണ് ഈ പറഞ്ഞ ഫിക്സഡ് പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട്, അതായത് എസും എസ് ഡാഷും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലേ, സോറി ഇതല്ല എസ് ഡാഷ്, ഓക്കെ, എസ് ആൻഡ് എസ് ഡാഷ്, ഈ രണ്ട് പോയിന്റ്സ് ആണ് ഫോക്കസ് പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റ്സിൽ നിന്നുള്ള സം ഓഫ് ഡിസ്റ്റൻസ്, ഓക്കെ, അതെന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് ആണ് ഇത്. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസും ഈ പറഞ്ഞ ഫോക്കസിൽ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ അതിന്റെ രണ്ട് സമ്മ്. ഇപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പി ആണ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പി ഓഫ് എക്സ് വൈ, അതിന്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ രണ്ട് ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? വേർട്ടെക്സ്, ഡയറക്ട്രിക്സ്, പിന്നെ ലാറ്റസ് റെക്ടം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ മേജർ ആക്സിസ് ഏതാണ്? ഇതാണ്. ഓക്കെ, മേജർ ആക്സിസ് ഇതാണ്, മൈനർ ആക്സിസ് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ജനറൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വേർ എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1, എ ഗ്രേറ്റർ ദാൻ ബി. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എലിപ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ നമുക്കറിയാം ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് എന്താ? അതായത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന, ഇതാണ് ഇപ്പോൾ ഫോക്കസ് അല്ല, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ്. ക്ലിയർ ആയോ? അതിനെയാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇറ്റ് വിൽ ബി പാസിംഗ് ത്രൂ ഫോക്കസ് ഓൾസോ. അപ്പോൾ അതാണ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എലിപ്സ് തന്നെ നമുക്ക് രണ്ട് ടൈപ്സ്, അതായത് ഹൊറിസോണ്ടൽ എലിപ്സും വെർട്ടിക്കൽ എലിപ്സും. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഓറിയന്റേഷനിൽ നമുക്ക് നോക്കാം. അതായത് വേരിയേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് പഠിച്ച് അതിനെ കമ്പയർ ചെയ്ത് അതർ വൺ പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും നമുക്ക് അത് ഓർമ്മ വരാൻ. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻ ഓഫ് എലിപ്സ് നോക്കാം. അപ്പോൾ ഇതാണ് രണ്ട് ഡയഗ്രാംസ് വരുന്നത്. ദിസ് വൺ ഇസ് ഹൊറിസോണ്ടൽ എലിപ്സ് ആൻഡ് ദിസ് വൺ ഇസ് വെർട്ടിക്കൽ എലിപ്സ്. അപ്പോൾ ഹൊറിസോണ്ടൽ എലിപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ട ഫിഗർ അല്ലേ, അതാണ് ഹൊറിസോണ്ടൽ എലിപ്സ്. ഇനി അത് ജസ്റ്റ് വെർട്ടിക്കൽ എലിപ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ഇക്വേഷൻ സെയിം തന്നെ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 വേർ എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. അതാണ് ഹൊറിസോണ്ടൽ എലിപ്സിൽ. പക്ഷെ അതേസമയം വെർട്ടിക്കൽ എലിപ്സിൽ എ വിൽ ബി ലെസ് ദാൻ ബി. ഇനി ഇതിൽ സെന്റർ, ഇപ്പൊ നമുക്ക് ഇതിൽ പോയിന്റ്സ് നോക്കി അറിയാം. ഫോക്കസ്, അതായത് എസും എസ് ഡാഷും ഫോസൈ ആണ് അല്ലെ. പി ആണ്, പി ഓഫ് എക്സ് വൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് വേർട്ടിസസ് നോക്കി അറിയാം, -a,0, a,0. അപ്പൊ ഇതിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. അതായത് സെന്റർ എന്ന് പറയുന്നത് 0 0, രണ്ട് കേസിലും സെയിം തന്നെ. ഇപ്പൊ ഇവിടെ അത് പോയിന്റ്സ് നോക്കിയാൽ അറിയാം. ഓക്കെ, ഗ്രാഫ് നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ പാരാമീറ്റേഴ്സ് നോക്കി എളുപ്പമായിരിക്കും. ലെങ്ത് ഓഫ്, അതായത് വേർട്ടിസസ് നോക്കാം. വേർട്ടിസസ് എന്ന് പറയുന്നത് +or -a,0. ക്ലിയർ ആയോ? +or-a, അതായത് ഇപ്പോൾ ഇവിടെ -a,0, ഇവിടെ +a,0. അതാണ് +or-a,0. ഇതാണ് വേർട്ടിസസ് ഓഫ് ഹൊറിസോണ്ടൽ എലിപ്സ്. അതേസമയം വെർട്ടിക്കൽ എലിപ്സിൽ അതെങ്ങനെയായിരിക്കും? 0 +or-b. ക്ലിയർ ആയോ? ഇവിടെ 0 - b, ഇവിടെ 0 + b. സോ വേർട്ടിസസ് എന്താ വരിക? 0 +or-b. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ഇവിടെ 2a ആണ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കലില് 2b ആണ്. 2a 2b. അതേപോലെ ഫോസൈ ലെങ്ത് ഓഫ് മൈനർ ആക്സിസും എന്തായിരിക്കും? 2b 2a, നേരെ ഓപ്പോസിറ്റ്, 2b 2a. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് കേസസ് ആണ് വരിക. ഫോസൈ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ +or-ae വരും, 0. ഇവിടെയോ 0 +or-be. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിക്കുക. +or-ae, 0, 0, +or-be. നെക്സ്റ്റ് ഡയറക്ട്രിസസിന്റെ ഇക്വേഷൻ, അതായത് അത് ഫിക്സഡ് ലൈൻസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഇതേപോലെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിസസ് എന്തായിരിക്കും? ജസ്റ്റ്
പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ. ഇവിടെ ഇപ്പോൾ ഡയറക്ട്രിക്സ് ലൈൻസ് കാണിച്ചിട്ടില്ല, നമ്മുടെ മെയിൻ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. എക്സ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ ഇ, അതാണ് ഹൊറിസോണ്ടൽ എലിപ്സിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ വരിക. y is equal to plus or minus b by e. y is equal to plus or minus b by e. അതാണ് വെർട്ടിക്കൽ എലിപ്സിൽ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് വരിക. നെക്സ്റ്റ് എക്സെൻട്രിസിറ്റി. ഇപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ, ദിസ് വൺ ഇസ് വെർട്ടിക്കൽ എലിപ്സ്. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസ്, അതായത് e is equal to root of 1 minus b square by a square. ഇവിടെ e is equal to root of 1 minus a square by b square. ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഫസ്റ്റ് കേസിൽ a greater than b ആണ് അല്ലേ, സെക്കൻഡ് കേസിൽ നേരെ തിരിച്ചാണ്. സോ അതായത് ഏതാണ് ഹയർ ടേം അത് ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b square by a യും 2a square by b. നെക്സ്റ്റ് എൻഡ്സ് ഓഫ് ലാറ്റസ് റെക്ടം, ലാറ്റസ് റെക്ടത്തിന്റെ എൻഡ്സ്. ഓക്കെ, അത് ആ എലിപ്സിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഇസ് പ്ലസ് ഓർ മൈനസ് എ ഇ, പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ബൈ എ. അതേപോലെ ഇവിടെ പ്ലസ് ഓർ മൈനസ് എ സ്ക്വയർ ബൈ ബി, പ്ലസ് ഓർ മൈനസ് ബി ഇ. ഓക്കെ, അതായത് എയും ബിയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. പിന്നെ അത് മാത്രമല്ല നേരെ ഓർഡറും റിവേഴ്സ് ആയിരിക്കും ഈ ഒരു കേസിൽ. നെക്സ്റ്റ് ഫോക്കൽ ഡിസ്റ്റൻസ് ഓർ റേഡിയൈ. ഫോക്കൽ ഡിസ്റ്റൻസ് ഓർ റേഡിയൈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഓഫ് ഫോസൈ, ആ ഫോക്കസ് പോയിന്റും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അതായത് എസ് പി, ആ ഡിസ്റ്റൻസ് നമുക്ക് എ മൈനസ് ഇ എക്സും എസ് ഡാഷ് പി എന്തായിരിക്കും എ പ്ലസ് ഇ എക്സ്. അതേപോലെ നമുക്ക് വെർട്ടിക്കലിന്റെ കേസിൽ എസ് പി ഇസ് ഈക്വൽ ടു ബി മൈനസ് ഇ വൈ ആൻഡ് എസ് ഡാഷ് പി ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഇ വൈ. ഇനി നമ്മൾ പറയണമെങ്കിൽ സം ഓഫ് ഫോക്കൽ റേഡിയൈ, അപ്പോൾ നേരത്തെ ജസ്റ്റ് ഫോക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയൈ പറഞ്ഞു. ഇനി സം എന്ന് പറയുന്നത് അതായത് രണ്ട് ഡിസ്റ്റൻസിന്റെയും സം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന കേസ്. സോ 2a then this is 2b. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ, രണ്ട് ഫോക്കൽ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2ae ആണ് ഹൊറിസോണ്ടലിന്റെ കേസിൽ. വെർട്ടിക്കലിന്റെ കേസിൽ 2be ആണ് വരിക. നെക്സ്റ്റ് ഇത് ജസ്റ്റ് കുറച്ച് ആഡ് ഓൺ പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു ആഡഡ് ഓൺ ഇൻഫർമേഷൻ ആയിട്ട് നോട്ട് ചെയ്യുക. ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ എലിപ്സ്, എലിപ്സിലേക്കുള്ള ടാൻജന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1. ഓക്കെ, ഇനി ടാൻജന്റ് ഇക്വേഷൻ അറ്റ് ദ പോയിന്റ് x1 y1 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇൻറ്റു x1 ബൈ എ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു y1 ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1. x1 by a square plus y1 divided by b square is equal to 1. Next, equation of tangent of slope m to the ellipse. X square by a square plus y square by b square is equal to 1. എന്തായിരിക്കും? y is equal to mx plus or minus root of a square m square plus b square. അതായത് equation of tangent of slope m. അതായത് ആ ടാൻജന്റ് സ്ലോപ്പ് എം, അപ്പോൾ ആ എലിപ്സിലേക്കുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ആ ടാൻജന്റിന്റെ y is equal to mx plus or minus root of a square m square plus b square. നെക്സ്റ്റ് കേസ് ഇക്വേഷൻ ഓഫ് നോർമൽ. നമ്മൾ ടാൻജന്റ് കേസ് പറഞ്ഞു, നെക്സ്റ്റ് നോർമലിന്റെ കേസ് ആണ്. അറ്റ് ദ സെയിം പോയിന്റ് x1 y1 തന്നെ ടു ദ എലിപ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? a square x by x1 minus b square y by y1 is equal to a square minus b square. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. Next case ആണ് hyperbola. A hyperbola is the locus of a point which moves in such a way that the difference of its distance from two fixed points is always constant. നമ്മളിപ്പോൾ എലിപ്സിന്റെ കേസിൽ പറഞ്ഞത് സം ഓഫ് ഡിസ്റ്റൻസ് ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഹൈപ്പർബോളയുടെ കേസിൽ നമ്മൾ ഡിഫറൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ലോക്കസ് ഓഫ് പോയിന്റ് വിച്ച് മൂവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ്സ്. നമുക്കറിയാം ഈ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് എന്തായിരിക്കും? ഫോക്കസ് ആയിരിക്കും അല്ല, അതായത് ഫോസൈ. രണ്ട് പോയിന്റ്സ് പറയുമ്പോൾ ഫോസൈ പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ പറഞ്ഞ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ഫ്രം ഫോസൈയും പിന്നെ അതിന്റെ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഡിഫറൻസ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫോസൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു the length of the transverse axis of hyperbola. അത് മാത്രമല്ല ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഡയഗ്രാം. അപ്പൊ ഇതിൽ ഡയറക്ട്രിക്സ് ഇതേപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫിക്സഡ് ലൈൻ ആണ്, ദാറ്റ് ഇസ് പാരലൽ ടു ദി ആക്സിസ്. ഇനി ഇവിടെ ലാറ്റസ് റെക്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് ഇവിടെ, അതായത് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ്, പക്ഷെ അത് മാത്രമല്ല പെർപെൻഡിക്കുലറും ആയിരിക്കും. പാസിംഗ് ത്രൂ ദ ഫോക്കസ് പോയിന്റ് ആണ്. ക്ലിയർ ആയി? അതേപോലെ ഇവിടെ പാസിംഗ് ത്രൂ ഫോക്കസ് പോയിന്റ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ ആണ് പാസിംഗ്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ, അതായത് ട്രാൻസ്വേഴ്സ് ആക്സിസ് അല്ലെ, ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് മാത്രമല്ല
ഈ പറഞ്ഞ ലാറ്റസ് റെക്റ്റത്തിന്റെ എൻഡ് പോയിന്റ്സ് എവിടെയായിരിക്കും? ഹൈപ്പർബോളയിൽ തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ട്രാൻസ്വേഴ്സ് ആക്സിസ് ആയിരിക്കും. അത് മാത്രമല്ല പാസിംഗ് ത്രൂ ദ ഫോക്കസ് പോയിന്റ്സ് ആയിരിക്കും. പിന്നെ അതിന്റെ എൻഡ് പോയിന്റ്സും ആ പറഞ്ഞ ഫിഗർ അതായത് ഹൈപ്പർബോളയിലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ ഇതേപോലെ ഇവിടെ സെന്റർ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എലിപ്സിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് പാരാമീറ്റേഴ്സ് കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇവിടെ x -a/e ഡയറക്ട്രിക്സിന്റെ ഇവിടെ x +a/e ഡയറക്ട്രിക്സ്. ഓക്കെ, പിന്നെ അതുപോലെ വേർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ പാരാമീറ്റേഴ്സ് നോക്കാം. രണ്ട് കേസും ഇതേപോലെ കമ്പയർ ചെയ്ത് പഠിക്കുക. ഹൈപ്പർബോള, നോർമൽ ആയിട്ടുള്ള ഹൈപ്പർബോള പറയുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കോൺജുഗേറ്റ് ഹൈപ്പർബോള എന്നുള്ള കോൺസെപ്റ്റും. So basic hyperbola equation എന്ന് പറയുന്നത് x² / a² - y² / b² = 1. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്തിട്ട് കോൺജുഗേറ്റ് ഹൈപ്പർബോള എന്ന് വെച്ച് നോക്കുമ്പോൾ, അതായത് ഇതാണ് ഡയഗ്രാം ഓഫ് കോൺജുഗേറ്റ് ഹൈപ്പർബോള. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ബേസിക് ഹൈപ്പർബോള, അത് ടേം ഹൈപ്പർബോള എന്ന് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹൈപ്പർബോള ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫിഗർ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതേപോലെ ഇക്വേഷൻ എന്താ വരിക? x² / a² - y² / b² = 1. ഓക്കെ, ഇതാണ് ഗ്രാഫ് വരുന്നത്. അതുപോലെ കോൺജുഗേറ്റ് ഹൈപ്പർബോള എന്ന് പറയുന്നത് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സോ x² / a² - y² / b². LHS സെയിം ആണ്, പക്ഷെ RHSൽ -1 എന്നുള്ള ടേം വരും. ഓക്കെ, അത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് എഴുതാം. ഇനി ഇതില് പാരാമീറ്റേഴ്സ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഇതുപോലെ ഫോക്കസ് പോയിന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ± AE ആണ് വരിക, കാരണം LHSൽ -AE, RHSൽ +AE. അതേപോലെ ഇവിടെ 0 - BE, 0 + BE. ദെൻ വേർട്ടിസസ് ഇതുപോലെ 0, B, 0, -B, a, 0, then -a, 0 അങ്ങനെ. അപ്പൊ നമുക്ക് പാരാമീറ്റേഴ്സ് നോക്കാം. സെന്റർ രണ്ട് കേസിലും 0, 0 തന്നെ. വേർട്ടിസസ് എന്താ വരിക? ±a, 0, 0, ±b. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ് വരിക. അപ്പൊ അത് ഈ കേസിൽ 2a ആണ് വരിക. ദിസ് വൺ ഇസ് ഇതേപോലെ ജസ്റ്റ് ആ ത്രൂ ദ ലൈൻ ഞാൻ വരച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. ഇവിടെ വരുമ്പോൾ അത് 2b ആയിരിക്കും. ഓക്കെ, 2a, 2b. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക. 2b, ഇവിടെ 2a ആണ് വരിക. നെക്സ്റ്റ് ഫോസൈ പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? ±AE, 0, 0, ±BE. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിസസ് എങ്ങനെ വരിക? ±a/e. പിന്നെ കോൺജുഗേറ്റിന്റെ കേസിൽ y = ±b/e. ബാക്കി പാരാമീറ്റേഴ്സ്, എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ കെയർഫുൾ ആയിരിക്കാം. E √1 + b² / a² ആണ് ഫസ്റ്റ് കേസിൽ. അതവിടെ ജസ്റ്റ് A and B റിവേഴ്സ് ഓർഡറിൽ വരും. അതായത് കോൺജുഗേറ്റിൽ E √1 + a² / b². ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്നത് 2b² / a ആണ്. ഇവിടെ 2a² / b. എൻഡ്സ് ഓഫ് ലാറ്റസ് റെക്റ്റം നമുക്കറിയാം, അത് ഹൈപ്പർബോളയിൽ തന്നെയാണ്. അതെങ്ങനെയാ വരിക? എൻഡ് പോയിന്റ്സ് ±AE, ±b² / a. അതേപോലെ ഇവിടെ നേരെ തിരിച്ച് ഓർഡർ റിവേഴ്സ് ചെയ്യുക. അത് മാത്രമല്ല A and B റീപ്ലേസ് ചെയ്യുക. അതായത് ±a² / b, ±BE. നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് ഫോക്കൽ റേഡിയസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഡിസ്റ്റൻസ് അല്ല, ഡിഫറൻസ് SP - S' P എന്ന് പറയുന്നത് 2a ആയിരിക്കും, ഇവിടെ 2b ആയിരിക്കും. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോസൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? 2AE, ഇവിടെ 2BE. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ എലിപ്സിന്റെ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ കുറച്ച് ആഡ് ഓൺ പോയിന്റ്സ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. The equation of tangent to hyperbola, hyperbola general equation at the point x1, y1 എന്താ? x1 / a² - y1 / b² = 1. അതേപോലെ equation of tangent to hyperbola ഇതേപോലെ, അതായത് h a sec θ, b tan θ എങ്ങനെയാണ് പോയിന്റ്സ് എങ്കിൽ then it would be x/a sec θ - y/b tan θ = 1. ഓക്കെ, അങ്ങനെ ആ ഒരു ഫോമിലാണ് തന്നതെങ്കിൽ. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് നോർമൽ എന്താണ്? a² x/x1 + b² y/y1 = a² + b². അതേപോലെ തന്നെ ഇക്വേഷൻ ഓഫ് നോർമൽ at the point a sec θ, b tan θ അങ്ങനെ തരികയാണെങ്കിൽ, അതായത് ആ ഹൈപ്പർബോളയുടെ ജനറൽ ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്, x² / a² - y² / b² = 1. ആ ഒരു കേസിൽ ഇക്വേഷൻ ഓഫ് നോർമൽ എന്താണ്? ax cos θ + b cos θ = a² + b². ഓക്കെ, താങ്ക് യു.